ആറാം ദിവസവും യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന സർവീസുകളിലെ പ്രതിസന്ധി തുടരുന്നു. കേരളത്തിൽ നിന്നുൾപ്പെടെ 650 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. പ്രതിസന്ധി തുടരുമ്പോഴും 95% വിമാന സർവീസുകളും പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇൻഡിഗോയുടെ അവകാശവാദം. ആറാം ദിവസവും പല നഗരങ്ങളിലും ഇൻഡിഗോ വിമാനങ്ങൾ പറന്നില്ല. കേരളത്തിൽ നിന്നടക്കമുള്ള 650 വിമാന സർവീസുകളാണ് രാജ്യമെമ്പാടും ഇൻഡിഗോ ഇന്ന് റദ്ദാക്കിയത്. പ്രവർത്തനം സാധാരണ നിലയിലായി ഇൻഡിഗോ അവകാശപ്പെടുമ്പോഴാണ് കൂട്ടറദ്ദാക്കൽ തുടരുന്നത്. സർവീസ് നടത്തുന്ന 138 ഇടങ്ങളിൽ 137 പുനഃസ്ഥാപിച്ചതായാണ് ഇൻഡിഗോ വക്താവ് അറിയിച്ചത്. ഇന്ന് മാത്രം 1650-ലധികം സർവീസുകൾ നടത്തിയെന്നാണ് വിശദീകരണം. പ്രതിദിനം 2300 ആഭ്യന്തര സർവീസുകളാണ് ഇൻഡിഗോയ്ക്കുള്ളത്. കൃത്യസമയത്ത് പുറപ്പെട്ട വിമാനങ്ങളുടെ എണ്ണം ഇന്നലത്തെ 30%-ൽ നിന്ന് 75%-ആയി ഉയർന്നു. ഡിസംബർ 15 വരെയുള്ള ക്യാൻസലേഷനുകൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുമെന്നും ഇൻഡിഗോ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതുവരെ 610 കോടി രൂപ ഉപഭോക്താക്കൾക്ക് മടക്കി നൽകിയതായും വ്യക്തമാക്കി. അതിനിടെ പ്രശ്നം മുതലെടുത്ത് മറ്റ് വിമാന കമ്പനികൾ വിമാന നിരക്ക് ഉയർത്തിയ വിഷയമടക്കം പരിശോധിക്കാനാണ് പാർലമെന്ററി സമിതിയുടെ തീരുമാനം. ഇതിനായി എല്ലാ വിമാന കമ്പനി അധികൃതരെയും DGCA പ്രതിനിധികളെയും വിളിപ്പിച്ചേക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.